എവിടെയാണ് സാർ നിയമ നിരോധനം? 2.3% താഴെ ജനസംഖ്യയുള്ള ഒരു സ്ഥലത്ത് 42% ആളെ അപ്പോയിന്റ് ചെയ്തു. എവിടെയാണ് സാർ നിയമന നിരോധനം? എവിടെയാണ് സാർ പോലീസിന്റെ ജീപ്പിന് പെട്രോൾ അടിക്കാൻ കാശ് കൊടുക്കാതിരിക്കുന്നത്? ഇത്ര ആളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പിന്നെ പോലീസ് ജീപ്പിന് പൈസ കൊടുക്കാനില്ല സാർ. സാർ, ഞങ്ങളിതെല്ലാം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മുണ്ട് മുറുക്കി കൊടുത്ത് ജോലി ഇല്ലാതാക്കാനല്ല, ശമ്പളം ഇല്ലാതാക്കാനല്ല സാർ. ഇന്നലെയാണല്ലോ സാർ അംഗൻവാടി ഏകദേശം 10-60,000 അവർക്ക് 1,000 രൂപ വെച്ച് ശമ്പള വർധന കൊടുത്തത്. ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊടുക്കും സാർ. നെയ്ത്ത് ഓരോ മേഖലയിലും നെയ്ത്ത് തൊഴിൽ. ഇവിടെ KSRTCയുടെ കാര്യം അങ്ങ് വീണ്ടും പറഞ്ഞല്ലോ സംസാരിച്ചപ്പോൾ. എവിടെ KSRTC പൊളിഞ്ഞു കിടക്കുന്നത്? അങ്ങയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ആകെ 5 വർഷക്കാലം കൊണ്ട് കൊടുത്ത് 1,530 കോടി രൂപ. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഇതെല്ലാം ബഡ്ജറ്റിൽ നിന്നുള്ള കണക്കുകളാണ്. 5,000 കോടിയിലധികം കൊടുത്തു. ഇപ്പോൾ ഈ സർക്കാർ വന്നിട്ട് 4,800 കോടിയോളം കൊടുത്തു. അതുകൊണ്ട് ഗുണമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ യൂണിയന്റെ നേതാക്കന്മാരൊക്കെ ഇരിപ്പുന്നുണ്ടല്ലോ, കൊടുക്കണ്ടെന്ന് അവർ പറയട്ടെ, കൊടുക്കണ്ട എന്ന് അവർ കൂടെ പറയട്ടെ. സാർ, ഇതിനകത്ത് ഞങ്ങൾ ഈ കാര്യത്തെയൊക്കെ കാണുന്നത് വളരെ പോസിറ്റീവാണ്. അപ്പം അദ്ദേഹം ഞങ്ങളിതിനകത്ത് പോസിറ്റീവായിട്ട് തന്നെയാണ്. അങ്ങെന്തായാലും ഈ കാര്യത്തിനകത്ത് പ്രതിപക്ഷ നേതാവ് തീവെട്ടിക്കൊള്ളക്കാരാണ് എന്ന് അങ്ങയുടെ ഗവൺമെൻറ്റിനെ പറ്റി പറഞ്ഞത് പഴയ പ്രസംഗത്തിലുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നതാണ്. ഏതായാലും അങ്ങനത്തെ ആളുകളൊന്നും ഇല്ല സാർ. ഇത് ആ ഒരു സമീപനമൊന്നുമില്ല. അങ്ങ് തന്നെ UDF ഗവൺമെൻറ് കാലത്ത് നടത്തിയ പ്രസംഗമാണല്ലോ. ആരുടെ പേരൊന്നും ഞാൻ പറയുന്നത്, അങ്ങ് പ്രസംഗിച്ചാണല്ലോ സാർ. ഇവിടെ ഈ ഒരു കാര്യത്തിൻ്റെ ഈ ഒരു സാഹചര്യത്തിനകത്ത് നമുക്ക് കാര്യങ്ങൾ നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനകത്ത് ഇവിടെ പറഞ്ഞ ഈ സാമ്പത്തിക രംഗത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആകെ നിന്നു പോകുന്ന ഒരവസ്ഥയിലല്ല സാർ. ഇതിനെ മറികടന്നേ പറ്റൂ, അവിടുന്ന് പണം കിട്ടിയിട്ടേ ചെയ്യാൻ പറ്റുമെന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല, സംശയമില്ല. ടാക്സിൻ്റെ കാര്യത്തിനകത്ത് അങ്ങ് പറഞ്ഞു, ഓരോന്നും ഞാൻ എടുത്ത് പറഞ്ഞു. ടാക്സിൻ്റെ കാര്യത്തിനകത്ത് പലതവണ പറഞ്ഞാണ്. IGSTയുടെ കാര്യത്തിനകത്ത് നിലവിൽ നിയതമായ ഒരു നിയമം അനുസരിച്ചിട്ട് അല്ല, അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഈ കണക്കുകളൊക്കെ ഈ ഗിഫ്റ്റിൽ ഉൾപ്പെടെ ഞാൻ തന്നെ പോയി പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ വരേണ്ടതാണെന്നൊക്കെ ഉള്ള ഡിസ്കഷൻ നടത്തിയതാണ്. എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ കണക്കില്ല സാർ. ഉദാഹരണം പറയാം, കഴിഞ്ഞ മാസം 320 കോടിയോളം രൂപ IGST നമുക്ക് വരേണ്ടതെന്ന് അങ്ങ് വെട്ടി. എന്താ കാരണമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെയും ഞാൻ കർണാടക ചീഫ് മിനിസ്റ്ററെ പറയാം, അദ്ദേഹം അവിടുത്തെ ധനകാര്യമന്ത്രി കൂടിയാണ്. അദ്ദേഹം അതിശക്തമായ വിമർശനം ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ 300 ചില്ലാനം കോടി, അവർക്ക് 300 അല്ല 600 കോടിയോളം ഉണ്ട്, എന്തുകൊണ്ടാണ് കട്ട് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കട്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങളോടൊന്ന് പറഞ്ഞു ഇനി അടുത്ത മാസം കട്ട് ചെയ്യുന്നു. ഏതായാലും അടുത്ത മാസം കട്ട് ചെയ്തില്ല. ഇങ്ങനെ സാർ ഏകപക്ഷീയമായിട്ട് പല കാര്യങ്ങളോട് വരുന്നുണ്ട്. ഈ IGSTയുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ഇപ്പോൾ ഉള്ള പരിമിതിയുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ എങ്കിൽ പോലും ഈ നടപ്പിലാക്കിയതിനേക്കാളും വലിയ മുന്നേറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ നടക്കുന്ന കാര്യത്തിനകത്ത് സിസ്റ്റത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്, GST പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സാർ, ഇപ്പോഴും ട്രിബ്യൂണൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കണക്കുകളില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഈ GST ഒന്ന് സിസ്റ്റമാറ്റിക് ആവുന്നത് വരെ കോമ്പൻസേഷൻ നീട്ടണം. ഞങ്ങളുടെ കേരളത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ, ഈ GST സമ്പ്രദായത്തിനകത്തെ IT സിസ്റ്റത്തിനകത്തൊക്കെ കുഴപ്പമുണ്ട്, സ്റ്റേറ്റുകൾക്ക് കിട്ടുന്നത് കറക്റ്റായിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നീട്ടണം എന്നുള്ള അഭിപ്രായം സ്റ്റേറ്റ് മുന്നോട്ട് വെച്ചതിൻ്റെ കാര്യം അതാണ്. അത് നീട്ടുന്നതിന് തയ്യാറായിട്ടില്ല സാർ. ഇവിടെ ഈ വിഷയം അങ്ങയുടെ മെമ്പർമാരും എല്ലാം പറഞ്ഞത് ഈ വിഷയത്തിൻ്റെ പ്രശ്നമല്ല. ഇവിടെ എല്ലാവർക്കും കൃത്യമായൊരു കാര്യമുണ്ട്, കേരളത്തിന് അർഹമായത് കിട്ടുന്നില്ല. കേരളത്തിലെ നികുതി വരുമാനത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് സാർ. ഇനിയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ഈ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തണം. അതിന് ചർച്ച ചെയ്യുമ്പോൾ താഴെ നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ദൂർത്തിൻ്റെ കാര്യമൊക്കെ പറയാം. നേരത്തെ പറഞ്ഞ പോലെ എന്ത് ദൂർത്താണ് സാർ ഈ കേരളത്തിൽ നടക്കുന്നത്? സാർ, നമ്മൾ തമ്മിലൊരു വ്യത്യാസമുണ്ട് സാർ. ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താ സാർ? കേരളത്തിൽ നവകേരള സദസ്സിന് വാഹനം എടുത്തു, ഞങ്ങളെല്ലാം കൂടെ പോയി. ഈ വാഹനം വരുന്നതിന് മുമ്പ് എന്തോ ഒരു പ്രഖ്യാപനങ്ങളായിരുന്നു. കേരളത്തിന് പുറത്തുള്ള ടെലിവിഷൻ ചാനൽ വരെ ഇത്രയും വ്യത്യസ്തമായ ചില ഘട്ടങ്ങളിൽ പറക്കാൻ വരെ സൗകര്യമുള്ള, കാരണം അങ്ങനെയൊക്കെ ഉള്ളൊരു ബസ്സാണെന്ന് പറഞ്ഞിട്ട് കാസർഗോഡൊക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് ആ വാഹനം വന്നു കഴിഞ്ഞപ്പോൾ സാർ ഒരു KSRTC ബസ്, സാധാരണ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കയറി പോകുന്ന അത്ര സൗകര്യം ഉണ്ടായിരുന്നു ആ ബസ്സിൽ. ഒരു ഭാരത് ബെൻസിൻ്റെ ഒരു സാധാ ബസ് സാർ. ഈ കേരളത്തിനകത്ത് ഈ കാര്യം പറഞ്ഞു, ഇത്രയും ബഹളം ഉണ്ടാക്കി. അതിനുശേഷം ഞങ്ങൾ പത്രപ്രവർത്തകരെ ഉൾപ്പെടുത്തി കയറാൻ പറഞ്ഞു. അതിനുശേഷം സാർ ഇപ്പോൾ രാഹുൽ ഗാന്ധി, അദ്ദേഹം കോൺഗ്രസിൻ്റെ ബഹുമാന്യായ നേതാവ്, അദ്ദേഹം യാത്ര ചെയ്യുന്ന ബസ് ഇതേ മോഡൽ, അതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അത് യഥാർത്ഥത്തിൽ മേലോട്ടുള്ള ലിഫ്റ്റുണ്ട്, പുറയിൽ വലിയ കോൺഫറൻസ് മുറി, AC മുറിയൊക്കെ ഉണ്ട്. ഞങ്ങൾ അതൊന്നും തെറ്റാന്ന് പറയത്തില്ല. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഒരു യാത്ര ചെയ്യുമ്പോൾ അവരുടെ നേതാക്കന്മാരെല്ലാം പോകുമ്പോൾ അത് പോട്ടെ.
പക്ഷേ അതിനകത്ത് ഈ ഒരു തരത്തിലേക്ക് അത് കയറണമെങ്കിൽ ടിക്കറ്റ് വേണമെന്നാണ് റവന്യൂ മിനിസ്റ്റർ പറയുന്നത്. അതെനിക്കറിയില്ല. എന്തായാലും അവിടെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഞങ്ങൾ നടത്തിയത് ഗവൺമെന്റ് പരിപാടിയാണ്. ഈ ജനാധിപത്യത്തിൽ പാർലമെന്റിലെയോ നിയമസഭയിലെയോ അംഗങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിമാരായി ഇലക്ട് ചെയ്യപ്പെട്ട MLA-മാരായി MP-മാരായി വന്നാൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ ലോകത്ത് ഏറ്റവും ആദ്യമായി നടപ്പിലാക്കിയ പരിപാടിയാണ് ഈ നവകേരള സദസ്സ്. ഞങ്ങൾ 5000-10000 ആളുകളടുത്ത് പോയി പറയായിരുന്നു. രാവിലെ വിളിച്ച യോഗത്തിൽ അവരുടെ നിർദ്ദേശങ്ങൾ കേട്ടു. ഞങ്ങൾ എല്ലാവർക്കും അവിടെ വെച്ച് പേപ്പർ മേടിച്ചിട്ട് വയറ്റുവേദനയ്ക്ക് വന്നാക്ക് പിന്നെ വേറൊരു മരുന്ന് കൊടുക്കുക, ട്രാൻസ്ഫർ മേടിക്കാൻ വന്നാക്ക് ആശുപത്രി തുണ്ടു കൊടുക്കുകയൊന്നും ചെയ്തില്ല. ഇതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളവിടെ ആ വന്ന കാര്യങ്ങൾ സംബന്ധിച്ച് അപേക്ഷകൾ വന്നു. അവിടെ പണം വിതരണം ചെയ്യാനോ അങ്ങനെയുള്ള കാര്യമായിട്ടല്ലത് കണ്ടത് സാർ. അവിടുത്തെ നവകേരള സദസ്സ് സംബന്ധിച്ച് ആളുകളുടെ മനസ്സിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനാണ്. അതിനെ നിങ്ങളങ്ങനെ കുറച്ച് കാണണ്ട. അതിനകത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടി ആ വാഹനത്തിൽ പോയി. സാർ ഇതുപോലുള്ള കാര്യങ്ങൾ എത്രയാണ് നിങ്ങൾ പറയുന്നത്? നേരത്തെ ഇവിടെ ഒരു കിയ കാർ മേടിച്ചു സാർ. ബഹുമാനപ്പെട്ട സ്പീക്കർ, അങ്ങേക്കും അറിയാമല്ലോ, കിയ കാറ് ഇന്റർനാഷണൽ ബ്രാൻഡുള്ള കാറുകളിൽ ഒരു കമ്പനിയെ മോശപ്പെടുത്തി നന്നാക്കിയൊന്നും പറയാനല്ല, പക്ഷെ അതൊരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ കൂടിയ ഒരു ലക്ഷറി കാറായിട്ട് കരുതുന്നുണ്ടോ സാർ? കിയ എങ്ങനെയാണ് മറ്റു സ്ഥലത്ത് ഉപയോഗിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കിയ കാർ മേടിച്ചപ്പോൾ 35 ലക്ഷത്തിന്റെ വലിയ കാറ്. സാർ എന്താണ് സാർ കേരളത്തിനകത്ത്? നേരത്തെ പറഞ്ഞത് കേരളത്തിനകത്ത് ഏതൊക്കെ കാര്യത്തിലാണ് സാർ നമുക്ക് ഇവിടെ എരുത്തിൽ പണിയാൻ? എരുത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കാലിത്തൊഴുത്തിനാണ് പറയുന്നത്. കാലിത്തൊഴുത്ത് പണിയാനായിട്ട് അവിടെ ഇത്ര ലക്ഷമായി. പിന്നെ മുഖ്യമന്ത്രിയല്ലേ കാലിത്തൊഴുത്തിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി എനിക്ക് ഈ തരം കാലിത്തൊഴുത്ത് വേണമെന്ന് മുഖ്യമന്ത്രിയല്ലേ പറയുന്നത്? സാർ ബഹുമാനപ്പെട്ട PJ ജോസഫ് പണ്ട് അദ്ദേഹം എപ്പോഴും ഇപ്പോഴായാലും ഈ പശുവിനെ വളർത്തുന്നതിൻ്റെയും അതിൻ്റെ കാര്യമൊക്കെ താല്പര്യപൂർവ്വം പറഞ്ഞാൽ എല്ലാവരും പോയി കേൾക്കാറുണ്ട്. അദ്ദേഹം നല്ലൊരു കൃഷിക്കാരനാണ്. റോസ് ഹൗസിൽ അവിടെ പിന്നെ പശുവിനെ വളർത്തിയിരുന്നു സാർ. എരുത്തിൽ മേടിച്ചു. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ ടാങ്ക്. എന്താ നിങ്ങളൊക്കെ ഈ 5 ലക്ഷം രൂപയുടെ ടാങ്ക്? നിങ്ങൾ ഒരു സ്കൂളിനകത്ത് ഒരു ബിൽഡിംഗ് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ടാങ്ക് നിങ്ങളാണ് നോക്കുന്നത്? ഒരു കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട് അവിടുത്തെ കാര്യത്തിനകത്ത് ടാങ്കിൻ്റെ കാര്യം നിങ്ങളാണോ നോക്കുന്നത്? ഇതൊക്കെ പറയാം, ശരിയാണ്. താഴെ പോകുമ്പോൾ കണ്ടില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വലിയ ടാങ്ക്. സാധാരണ നമ്മളാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ടാങ്ക് ആണെങ്കിൽ 5.5 ലക്ഷം രൂപയുടെ ടാങ്ക് മേടിച്ചു. ടാങ്ക് സർക്കാരിൻ്റെ സംവിധാനം വെച്ചാൽ ഈ ബിൽഡിങ്ങും ടാങ്കും ഒക്കെ ഏതാണ് സാർ? കന്റോൺമെൻറ്റ് ഹൗസ് പ്രതിപക്ഷ നേതാവിൻ്റെ വീട് അവിടെ പഴയ വീടാണ്, വളരെ പഴക്കമുള്ള വീടായതുകൊണ്ട് അവിടെ ധാരാളം റിപ്പയർ ചെയ്യേണ്ടി വരത്തില്ലേ? സ്റ്റാഫില്ലേ സാർ? നമ്മൾ ഈ കേരളം പോലൊരു സംസ്ഥാനത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് കാര്യങ്ങൾ കൃത്യമായി പറയണം. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളല്ല. ഞങ്ങളിപ്പോൾ കേരളീയത്തിൻ്റെ കാര്യം പറഞ്ഞു. കേരളീയം ഇനിയും ഞങ്ങൾ ആ കാര്യം കേരളത്തെ ബ്രാൻഡ് ചെയ്യാൻ പ്രകൃതി മൈതാനത്ത് എല്ലാ വർഷവും നടക്കുന്ന ആ ഇന്ത്യയെ മാർക്കറ്റ് ചെയ്യാൻ നടത്തുന്ന പോലെ കേരളീയം നടത്തും. കേരളത്തിനകത്തെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ, കേരളത്തിൻ്റെ ഇൻഡസ്ട്രി, കേരളത്തിൻ്റെ ടൂറിസം, കേരളത്തിൻ്റെ ഏതൊക്കെ മേഖലയിൽ ലോകത്തുനിന്ന് ആളുകൾക്ക് വരാൻ പറ്റുന്ന കാര്യമായിട്ട് നടത്തും എന്നുള്ളത് തന്നെയാണ്. അതൊക്കെ നടത്താതിരിക്കാൻ പറ്റുമോ? ഏത് കാര്യത്തിലാണ് നമ്മൾ പണം കൊടുക്കാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം ഇത്രയും വെട്ടിക്കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും 4000 കോടി രൂപ ഇതുവരെ കൊടുത്തിരിക്കുക. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ട്രഷറിയിൽ നിന്ന് 13,000 കോടി എടുക്കും നിങ്ങളെന്ന് പറഞ്ഞിട്ട് 6000 കോടി എടുത്ത് നമുക്ക് ബാക്കി എടുക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇത് പോയി ചോദിക്കാൻ നമുക്ക് ഒരുമിച്ച് പോകണ്ടേ? ഒരുമിച്ച് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. സാർ 1-ാം തീയതി മുതൽ ഇന്ത്യൻ പാർലമെൻറ്റ് ചേരുന്നുണ്ടല്ലോ. ആ പാർലമെൻറ്റിൽ എന്തൊക്കെ നിയമമാണ് വരുന്നത്, എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ സഭയിൽ 150ഓളം ആളുകളെ സസ്പെൻഡ് ചെയ്തതാണ്. എന്തൊക്കെ വരുമെന്ന് എനിക്കറിയില്ല.